നമുക്ക് ഗോൾഡിന്റെ തന്നെ തുടങ്ങാം. ഗോൾഡ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വീക്ക്ലി ചാർട്ടിലാണ് നിൽക്കുന്നത്. വീക്ക്ലി ചാർട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നിലവിൽ നിൽക്കുന്ന ഒരു ഏരിയ ഒരു സപ്പോർട്ട് ഏരിയയുടെ വളരെ നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്ന് വെച്ചാൽ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന ഇംബാലൻസിലാണ് വന്ന് നിൽക്കുന്നത്. ഐ മീൻ ഇംബാലൻസിന്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. ഇംബാലൻസിലല്ല, ഇംബാലൻസിലാണ് അടുത്ത് നിൽക്കുന്നത്. വീക്കിലി ഇംബാലൻസിലാണ് വന്ന് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്ത് പ്യൂർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണോ എന്നൊക്കെ തോന്നും. നമ്മൾ വീക്ക്ലി ചാർട്ട് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി ക്ലാരിറ്റി കിട്ടും. ഇതെല്ലാവർക്കും മനസ്സിലാവുന്നതാണല്ലോ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. നമ്മൾ നേരെ വൺ ഡേയിലേക്ക് പോവാണ്. അതിന് മുന്നേ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വീക്കിലി വലിയൊരു മൂവ്മെന്റ് ആക്ച്വലി തന്നിട്ടില്ല. ആരെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ വീക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസോൾട്ടേഷൻ ആയിരിക്കും കൂടുതൽ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ മുന്നേ ഒരു വീക്കിൽ നല്ലൊരു ഫോളാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ഫോള് തന്നിട്ടും ഒരു കൺസോൾട്ടേഷനിൽ നിന്നതുകൊണ്ട്, ഈ വീക്ക് ഒരു കൺസോൾട്ടേഷനിൽ നിന്നതുകൊണ്ട് അടുത്ത ആഴ്ചയും ഒരു കാര്യമായ മൂവ്മെന്റ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഒരു കൺസോൾട്ടേഷൻ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കൺസോൾട്ടേഷൻ എക്സ്പെക്ട് ചെയ്യുന്നത് മാക്സിമം ഈ ഒരു ലെവല് ഹൈ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ വീക്കിലി ചാർട്ട് കണ്ടിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഹൈ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ലോ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് ചിലപ്പോൾ തിങ്കളോ ചൊവ്വയോ ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലോട്ട് പോയിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു കൺസോൾട്ടേഷൻ ആയിട്ട് തന്നെ നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വീക്കിലി ചാർട്ട് കാണുന്ന സമയത്ത്. നമുക്ക് എന്ത് ചെയ്യാം, ഡേയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഡേയിൽ പോയിട്ട് എന്താണ് കുറച്ചുകൂടി നല്ല പ്രോബബിലിറ്റീസ് അല്ലെങ്കിൽ സാധ്യത എന്താണെന്ന് നോക്കാം. ഡേയിൽ പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞത് ഒരു എന്ത് ഏരിയ ആണ്, റെസിസ്റ്റൻസ് ഏരിയ ആണ്. നോക്കിയാൽ കാണാം റെസിസ്റ്റൻസ് ഏരിയ ആണ്. റെസിസ്റ്റൻസ് ഏരിയയുടെ തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത്. ഡേയുടെ റെസിസ്റ്റൻസ് ഏരിയ ആണത്. തൊട്ട് താഴെയാണ് ഇപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് നിന്ന് ട്രേഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കളിക്കുന്നു എന്ന് പറയാം. നോക്കിയാൽ കാണാം ആദ്യത്തെ ഒരു 3 ദിവസം കഴിഞ്ഞ ഫ്രൈഡേ തൊട്ടുള്ള 3 ദിവസം മുകളിലോട്ട് പോയി, പിന്നത്തെ 3 ദിവസം താഴോട്ട് വന്നു. ആക്ച്വലി ഇതൊരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് നിൽക്കുന്നത്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് താഴോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് വന്ന് ഇത് ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഗ്യാപ്പ് ഇപ്പം നമ്മളിപ്പോൾ ഈ കാണുന്ന റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേയുടെ ചാർട്ട് നോക്കുമ്പോഴാണ്. ഡേയുടെ ചാർട്ട് നോക്കുമ്പോൾ നമുക്ക് വേറൊരു ഇതും കൂടി നമ്മൾ മാർക്ക് ചെയ്യാനുണ്ട്. ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്. ആ സപ്പോർട്ട് ഓൾറെഡി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് മാത്രമല്ല, അതിന് തൊട്ട് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇംബാലൻസ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ടായിരുന്നു. ഈ ക്യാൻഡിൽ എടുത്തതിന് ശേഷം ഒരു ചെറിയ ഇംബാലൻസ് ഉണ്ടായിരുന്നു. ആ ഇംബാലൻസ് വന്നിട്ട് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആക്ഷൻ ഏകദേശം ഫില്ലായിട്ടുണ്ട്. ഇംബാലൻസ് എടുത്തിട്ടുണ്ട്, സപ്പോർട്ട് എടുത്തിട്ടുണ്ട്, രണ്ടും വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാർക്കറ്റിലെ ഒരു വീഴ്ച നമുക്ക് കുറച്ചും കൂടി താഴോട്ടേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കാണുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയയിൽ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും, എക്സ്പെക്ട് ചെയ്യേണ്ടി വരും. ഡേ ഫ്രെയിമിലാണ് ഇതെല്ലാം കാണുന്നത്. വരയ്ക്കുമ്പോൾ കൺഫ്യൂഷൻ ഒന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് 4 hourലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. 4 hourലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് നേരത്തെ പറഞ്ഞതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. കാരണം അറിയാം, ഇന്നലത്തെ ലാസ്റ്റ് 8 hour ട്രേഡ് ചെയ്തതിൽ ലാസ്റ്റ് 4 hourൽ ഒന്ന് താഴോട്ടേക്ക് വന്നിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മുന്നിലുള്ളൊരു 4 hourൽ വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. ഈ ഒരു വലിയൊരു വീഴ്ച ഒരു പക്ഷേ നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട് ഇവിടെ എന്താണ് ഒരു ചെറിയ ഇംബാലൻസ് കിടക്കുന്നുണ്ട്. പ്ലസ് മുകളിൽ നിന്നൊരു റെസിസ്റ്റൻസും കാണുന്നുണ്ട്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞത് ആദ്യം ബാലൻസ് വരയ്ക്കാം. ബാലൻസ് കിടക്കുന്നുണ്ട്, മുകളിൽ റെസിസ്റ്റൻസ് ഉണ്ട് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 hourൽ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിജക്ഷൻ കിട്ടിയ സമയത്ത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്ത് ഒന്ന് മുകളിലോട്ട് പോയിട്ട് ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ട് ഒരുപക്ഷെ റെസിസ്റ്റൻസിൽ ടച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇംബാലൻസ് ഫില്ല് ചെയ്തിട്ട് താഴെ നേരത്തെ പറഞ്ഞ ഈ ഒരു ഏരിയയിൽ നിന്ന് മുകളിലോട്ട് പോകാനാണ് കൂടുതലും സാധ്യത കാണുന്നത്. ഒന്നാമത്തെ സാധ്യതയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ എന്താ വെച്ചാൽ ഇത് ബ്രേക്ക് ചെയ്ത് നേരെ ഇപ്പോൾ ഇവിടുന്ന് എടുത്തിട്ട് നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യണം. നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടത് റിജക്ഷൻ ക്യാൻഡിലാണ്. റിജക്ഷൻ എന്ന് വെച്ചാൽ അത്ര സ്ട്രോങ് റിജക്ഷൻ ഒന്നല്ല, ഒരു 50% റിജക്ഷൻ വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ക്യാൻഡിൽ ഇവിടെ നിന്നിട്ട് പെട്ടെന്ന് ഫോം ചെയ്യുന്ന കാര്യം എനിക്ക് അത്ര സാധ്യതയായിട്ട് കാണുന്നില്ല. കാരണം ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിഞ്ഞ് മുകളിലോട്ട് പോയിട്ട് താഴത്തേക്ക് തന്നെ വരാനായിരിക്കും കൂടുതലും സാധ്യത. അല്ലെങ്കിൽ നല്ലൊരു ക്യാൻഡിൽ ഫോം ചെയ്യണം. ക്യാൻഡിൽ ഫോം ചെയ്യണം? ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു മർബസു ക്യാൻഡിൽ. എൻഗൾഫിംഗ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇവിടം വരെ എത്തണം. ഇപ്പോൾ ഈ റെസിസ്റ്റൻസും ബ്രേക്ക് ചെയ്തിട്ട് ഇവിടം വരെ എത്തണം. അല്ലെങ്കിൽ ഒരു മർബസു ഫോം ചെയ്യണം. ഫോം ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇംബാലൻസിന്റെ മുകളിൽ നിൽക്കണം. ഇംബാലൻസിന്റെ മുകളിലും ഈ റെസിസ്റ്റൻസിന്റെ ഉള്ളിലും എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഒരു ക്യാൻഡിൽ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടും.
എന്ന് വെച്ചാൽ ഈ ഒരു ലൈനിനെ ബ്രേക്ക് ചെയ്തിട്ട് മുകളിൽ പോയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും അവിടെ നിന്ന് താഴോട്ടേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിപ്പോൾ എന്താണ്, രണ്ടാമത്തെ പോസിബിലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ഒരു സെൽ സൈഡ് എന്ന് പറഞ്ഞത്, സെൽ സൈഡ് ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ഒന്നല്ലെങ്കിൽ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന്, അല്ലെങ്കിൽ ഇവിടെ നിന്ന്, 3 ഏരിയയിൽ നിന്ന് കിട്ടും. ഇപ്പോൾ പറഞ്ഞ 2 പ്ലാനിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യും, 3 ഏരിയയിൽ നിന്ന് നമുക്ക് സെൽ സൈഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ഒരു കണ്ടിന്യൂഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ക്യാൻഡിലെങ്കിലും ഫോം ചെയ്യാതെ കണ്ടിന്യൂഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല, സെൽ സൈഡ് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ബൈ സൈഡിന്റെ കാര്യം ഇനിയിപ്പോൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബൈ സൈഡ് വളരെ വീക്കാണ്. ഈ അടുത്തൊരാഴ്ച ബൈ സൈഡ് വളരെ വീക്കാണ്. കാര്യം നോക്കിയാൽ അറിയാം. കാരണം ഇവിടെ എന്താണ്, ഇവിടെ നല്ലൊരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് കിടക്കുന്നുണ്ട്, അതിന്റെ മുകളിൽ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പോൾ വൈ സൈഡ് എന്ന് പറയുന്നത് 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴത്തുനിന്ന് നോക്കാനാണ്, താഴത്തുനിന്ന് വരാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ആദ്യത്തെ ഫസ്റ്റ് ദിവസം ഒന്ന് മുകളിലോട്ട് പോയി മുകളിൽ നിന്നൊരു റിജക്ഷൻ ആയിരിക്കും കൂടുതലും സാധ്യത ഞാൻ കാണുന്നത്. എന്ന് വെച്ചാൽ ബൈ സൈഡ്, പെട്ടെന്നൊരു ബൈ സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഈ ഒരു ഇതിൽ. പക്ഷെ എന്നാൽ പോലും സാധ്യതകൾ നമ്മൾ എപ്പോഴും പരിശോധിക്കണമല്ലോ. ഈ ഏരിയ നോക്കിയാൽ കാണാൻ എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ ആണ്. അപ്പൊ ഈ സപ്പോർട്ട് ഏരിയയിലേക്ക് ഡയറക്റ്റ് ഇറങ്ങി വരികയാണ്. ഇപ്പൊ ഈ പറഞ്ഞതിന്റെ എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ഡയറക്റ്റ് ഒരു ക്യാൻഡിൽ എങ്ങാനും ഫോം ചെയ്ത് ഡയറക്റ്റ് ഇറങ്ങി വന്ന് കഴിഞ്ഞ് ഇവിടേക്ക് എത്തുന്ന സമയത്ത്, ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ബൈ സൈഡ് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നുള്ളൂ. പക്ഷെ അപ്പോഴും എനിക്കൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത്രയും വലിയ വീഴ്ച തന്നു കഴിഞ്ഞിട്ട് ഈ സപ്പോർട്ടിൽ നിന്ന് കയറി അതിന് ഇത്രയും വലിയ ഏരിയ കവർ ചെയ്യാൻ, ഇവിടെ നിന്ന് ഇവിടം വരെ ഏരിയ കവർ ചെയ്യാനുള്ള സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയം കാണുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ വരച്ചു വെച്ച ഏരിയയിൽ അത്രയും ഏരിയ കവർ ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് സ്ട്രോങ് ആണെന്നുള്ള സംശയമുണ്ട്. കുറച്ചും കൂടി താഴോട്ട്, ഞാൻ നേരത്തെ വരച്ച ഇതിൽ കുറച്ചും കൂടി താഴോട്ട് വന്നിട്ട് ഇവിടെയുള്ള ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് റീടെസ്റ്റ് വരാത്തൊരു ഏരിയ ആണ്. ഈ ഏരിയയിലേക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഈ ഏരിയയുടെ വേറൊരു പ്രത്യേകതയും കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിന്നാണ് ഒരു ക്ലിയർ ആയിട്ടുള്ള സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് കിട്ടിയത്. ഇവിടെയൊക്കെ ഒരു ചെറിയ ചേഞ്ചസുകളാണ്. കാര്യമായിട്ടുള്ള റീടെസ്റ്റുകൾ വന്നിട്ടില്ല. അപ്പോൾ ഈ ഏരിയനെ റീടെസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങി വരാൻ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ റേഞ്ച് എന്ന് പറയുന്നത് 2266 2222 ഇടയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. അന്ന് കഴിഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബൈ സൈഡ് ആന്റിസിപ്പേറ്റ് ചെയ്യാം. ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ബൈ സൈഡ് ആന്റിസിപ്പേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വീക്കിലി ബൈ സൈഡിന്റെ കാര്യമാണ് പറഞ്ഞോ, ഡെയിലി കാര്യമില്ല പറഞ്ഞു, വീക്കിലിയുടെ കാര്യമാണ് പറഞ്ഞത്. ഡെയിലി നമുക്ക് ചിലപ്പോൾ പക്ഷേ ഡെയിലി ക്യാൻഡിൽ ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു ബൈ ക്യാൻഡിൽ വരാം, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷെ ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് ട്രെൻഡ് ചേഞ്ച് ഇവിടെ നിന്ന് വരാനാണ് കൂടുതൽ സാധ്യത. നേരത്തെ പറഞ്ഞ ഈ റേഞ്ചിന്റെ ഉള്ളിൽ ഒന്നല്ലെങ്കിൽ താഴത്തേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തിട്ട് പോവാം. അതെല്ലാം മാർക്കറ്റിൽ കണ്ടീഷൻ എന്താണ് അത് ബേസ് ചെയ്തിട്ട് മുകളിലേക്ക് പോകാനാണ് സാധ്യത. ഇത് നമ്മളിപ്പോൾ 4 ഹവറിന്റെ കാര്യമാണ് പറയുന്നത്. 1 ഹവറിലേക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല കാര്യമായിട്ട് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത്. 1 ഹവറിലും നമ്മൾ പറയുന്ന അതേ പാറ്റേൺ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത്. അറിയാം, നല്ലൊരു വീഴ്ച ഇവിടുന്ന് വന്നിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും നെക്സ്റ്റ് ക്യാൻഡിൽ എന്ത് ചെയ്യുക, അവിടുന്ന് ചെറിയ റിയാക്ഷൻ വന്നിട്ടുണ്ട്. ആ റിയാക്ഷന്റെ കാര്യം നോക്കിയാൽ തന്നെ കാണാം, ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഒരു ഇംബാലൻസിന്റെ റിയാക്ഷൻ ആണ് നോക്കിയാൽ കാണാം, കണ്ടില്ലേ, ഇംബാലൻസിന്റെ റിയാക്ഷൻ ആണ്. എന്ന് വെച്ചാൽ ഒരു കാര്യമായിട്ടുള്ള ഒരു വീഴ്ച തന്നിട്ടില്ല, ഒരു ചെറിയ റിജക്ഷൻ തന്നിട്ടുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഫോം ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. മുകളിലോട്ട് പോകുന്ന സമയത്ത് കണ്ടില്ലേ, ഇവിടെ ഒരു ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ഏരിയ തന്നെ 4 ഹവറിന്റെ കുറച്ചുകൂടി ഞാൻ ചെറുതാക്കുകയാണ്. 4 ഹവറിന്റെ ഇംബാലൻസ് ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്. ഇംബാലൻസിലേക്ക് വന്നിട്ടായിരിക്കാം താഴോട്ടേക്ക് വരിക. എന്ന് വെച്ചാൽ 2-3 ക്യാൻഡിൽ 1 ഹവറിന്റെ 2-3 ക്യാൻഡിൽ നമുക്ക് ഇവിടം വരെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും ഇവിടെ വന്നിട്ടായിരിക്കും താഴോട്ടേക്ക് വരിക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ വീക്കിലി അനാലിസിസ്. ഡെയിലി അനാലിസിസ് നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, ഡെയിലി കാലത്ത് നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡെയിലി അനാലിസിസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ടോ? മനസ്സിലായി.